അധ്യായം 4 അൻ-നിസാ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 176. അവതരണകാലവും ഉള്ളടക്കവും. വിവിധ പ്രഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സൂറ ഹിജ്റ 3-ാം ആണ്ടിന്റെ അവസാനം മുതൽ 4-ാം ആണ്ടിന്റെ അന്ത്യം വരെയോ 5-ാം ആണ്ടിന്റെ ആദ്യം വരെയോ ഉള്ള കാലഘട്ടത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അവതരിച്ചതാകുന്നു. ഒരു പ്രഭാഷണത്തിൽ എവിടം മുതൽ എവിടം വരെയുള്ള സൂക്തങ്ങളാണ് അവതരിച്ചിരുന്നതെന്നും അവയുടെ അവതരണകാലം ഏതായിരുന്നുവെന്നും കൃത്യമായി നിർണയിക്കുക വിഷമമത്രേ. എന്നിരുന്നാലും സൂറ സൂചിപ്പിക്കുന്ന ചില നിയമവിധികളെയും സംഭവങ്ങളെയും സംബന്ധിച്ചു വന്ന ഹദീസ് നിവേദനങ്ങളിൽ നിന്ന് ഇതിന്റെ അവതരണകാലം മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണമായി, ഉഹദ് യുദ്ധത്തിൽ 70 മുസ്ലിം ഭടന്മാർ രക്തസാക്ഷികളായി. അവരുടെ അനാഥകളായ കുട്ടികളുടെ സംരക്ഷണവും അനന്തര സ്വത്തുക്കളുടെ വിഭജനവും മുസ്ലിം സമൂഹത്തിൽ ഒരു പ്രശ്നമായി ഉയർന്നു വന്നു. ഹിജ്റ 3-ാം കൊല്ലം ശവ്വാലിലാണ് അതുണ്ടായത്. അതുകൊണ്ട് അനാഥ സംരക്ഷണത്തെയും ദായധന വിതരണത്തെയും സംബന്ധിക്കുന്ന സൂക്തങ്ങൾ ഉഹദ് യുദ്ധാനന്തരം അവതരിച്ചതായിരിക്കണമെന്ന് മനസ്സിലാക്കാൻ ന്യായമുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഈ സൂറയിലെ ആദ്യത്തെ 4 ഖണ്ഡികകളും 5-ാമത്തെ ഖണ്ഡികയിലെ ചില പ്രാരംഭ സൂക്തങ്ങളും ആ ഘട്ടത്തിൽ അവതരിച്ചതായി നമുക്ക് അനുമാനിക്കാം. സ്വലാത്തുൽ ഖൗഫ്, അതായത് യുദ്ധവേളയിലെ നമസ്കാരത്തെക്കുറിച്ചുള്ള പരാമർശം ഹദീസുകളിൽ നാം കാണുന്നത് ഹിജ്റ 4-ാം ആണ്ടിൽ നടന്ന ദാത്തുർ റിഖാ യുദ്ധ സംഭവത്തിലാണ്. അതിനാൽ ആ നമസ്കാരക്രമം വിവരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം അഥവാ ഖണ്ഡിക 15 അവതീർണമായത് പ്രസ്തുത യുദ്ധത്തോടടുത്ത കാലഘട്ടത്തിലായിരിക്കണമെന്ന് ഊഹിക്കാവുന്നതാണ്. ബനു നളീർ എന്ന യഹൂദ ഗോത്രത്തെ മദീനയിൽ നിന്ന് പുറത്താക്കിയത് ഹിജ്റ 4 റബീഉൽ അവ്വലിലായിരുന്നു. അതുകൊണ്ട് ഈ സൂറത്തിൽ വിശ്വസിക്കുവിൻ, ചില മുഖങ്ങളെ നാം വികൃതമാക്കി പുറകോട്ട് തിരിക്കും മുമ്പായി എന്ന താക്കീത് ഉൾപ്പെടുന്ന പ്രഭാഷണം ആ നാടുകടത്തൽ സംഭവത്തിന്റെ തൊട്ടു മുമ്പ് അവതരിച്ചതായിരിക്കണമെന്ന് മിക്കവാറും തീർച്ചപ്പെടുത്താവുന്നതാണ്. വെള്ളത്തിന്റെ അഭാവത്തിൽ തയമ്മൂം ചെയ്ത് നമസ്കരിക്കാൻ അനുവാദം ലഭിച്ചത് ഹിജ്റ 5-ാം ആണ്ടിൽ നടന്ന ബനുൽ മുസ്തലഖ് യുദ്ധകാലത്തായിരുന്നു. അതിനാൽ തയമ്മുമിനെ സംബന്ധിച്ച പ്രസ്താവനയടങ്ങിയ പ്രഭാഷണം ബനുൽ മുസ്തലഖ് സംഭവത്തോടടുത്ത കാലത്ത് അവതരിച്ചതായിരിക്കുമെന്ന് കരുതാം.